കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് വടകരയിൽ SDPI ഭീകരരുടെ കൊലവിളി മുദ്രാവാക്യം. മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് SDPIയുടെ കൊലവിളി മുദ്രാവാക്യം. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ SDPIയുടെ കൊടിമരങ്ങൾ നശിപ്പിച്ചുവെന്നാണ് ആരോപണം. അപ്പോൾ ഇതിനെതിരെ SDPI നടത്തിയ പ്രകടനത്തിനിടയിലാണ് വലിയ തോതിൽ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഈ ഭീകരന്മാർ വിളിച്ചത്. അപ്പോൾ SDPI ഭീകരർ എന്താണ് മുദ്രാവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. SDPI ഭീകരരുടെ കൊലവിളി മുദ്രാവാക്യം കോഴിക്കോട് വടകരയിലാണ്. അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനഘ, ഈ SDPI ഭീകരർ പ്രകോപന മുദ്രാവാക്യം വിളിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവരെവിടെ പ്രകടനം നടത്തിയാലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇതെന്താ ഇപ്പം മുസ്ലിം ലീഗിനെതിരെ? കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതും ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ്. 1947 നമ്മുടെ രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടത് പോലും ഈ മുസ്ലിം ലീഗ് കാരണമാണ്. പച്ച കൊടിയും അതോടൊപ്പം തന്നെ മതത്തിൻ്റെ പേരുമൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മറുഭാഗത്ത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി ആയുധമെടുത്ത് പ്രവർത്തിക്കുന്ന SDPI എന്ന ഭീകര സംഘടനയും. അപ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണ് ഇപ്പോൾ വടകരയിൽ? ഗൗതം, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം, ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു വടകരയിൽ. ഈ സമയത്ത് SDPIയുടെ കൊടി പറിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് SDPI ഇന്നലെ ഒരു വടകര നഗരമധ്യത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം SDPIയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ നടന്നിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിലാണ് തീവ്ര മത വർഗീയ സംഘടന കൂടിയാണ് SDPI. ഈ പ്രതിഷേധ പ്രകടനത്തിലാണ് ലീഗിനെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യവും അതുപോലെ തന്നെ കൊലവിളി മുദ്രാവാക്യമാണ് SDP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വിളിച്ചത്. അതായത് കൃത്യമായി പറഞ്ഞാൽ കൈയും കാലും വെട്ടും, ലീഗ് പ്രവർത്തകരുടെ കൈയും കാലും വെട്ടും, മയ്യത്ത്, അതായത് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ മുദ്രാവാക്യം വിളികളിലൂടെ എന്നുള്ളതാണ്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് ഈ മുദ്രാവാക്യം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചതും ആ സമയത്ത് ലീഗ് കുറച്ച് പ്രവർത്തകർ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവരൊക്കെ തന്നെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലീഗ് പ്രവർത്തകർ കോഴിക്കോട് വടകര പോലീസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കോഴിക്കോട്ടെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ SDP, അതായത് മതരാഷ്ട്രവാദികളാണ് SDPIയും അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗും. ഈ മുസ്ലിം ലീഗും SDPIയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സ്ഥലത്തൊക്കെ തന്നെ SDPIയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തും. അപ്പോൾ ഈ രണ്ട് വോട്ടും രണ്ടു പേർക്കും കൂടി വിഭജിക്കപ്പെട്ടു പോകുന്നു. ഇതിനെ തുടർന്നാണ് ലീഗും അതുപോലെ SDPI പ്രവർത്തകരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒരു ഭിന്നതയ്ക്കുമൊക്കെ കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ്. എന്തായാലും ഈ കൊലവിളി മുദ്രാവാക്യം SDPIയെ സംബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും ഇതിലും ഭീകരമായ കൊലവിളി മുദ്രാവാക്യങ്ങൾ SDPIയുടെ ഭാഗത്ത് നിന്ന് പല കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ച് ഈ മുദ്രാവാക്യം, അതായത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മയ്യത്തെടുക്കും എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഒക്കെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ ഇവർ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഗൗതം.